കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ KSUവിന് അട്ടിമറി ജയം. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 30 വർഷത്തിനു ശേഷം KSU ഭരണം പിടിച്ചു. ആകെയുള്ള 15 സീറ്റിൽ 13 പിടിച്ചെടുത്താണ് KSUവിന്റെ വിജയം. ഒത്തിരി നാളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട്, ഒത്തിരി KSUക്കാരുടെ ചോരയുടെ നീരിന്റെ ഫലമായിട്ട് ഇന്ന് ഈ ക്യാമ്പസിൽ യൂണിയൻ കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയാനായിരിക്കും അവർ ഓരോരുത്തരോടും. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ SFIയുടെ ഈ അക്രമ രാഷ്ട്രീയത്തിന്റെയും തോന്നിവാസത്തിനെതിരെ വിധി എഴുതിയ ഈ ദിവസം എന്നും ചരിത്രത്തിൽ, കുസാറ്റിന്റെ ചരിത്രം എന്നും എഴുതി വെച്ചിരിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കുസാറ്റിൽ നിന്ന്. വിഷ്ണുവും ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷമാണ് KSU അവിടെ ഒരു യൂണിയൻ ആകെ പിടിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് ഈ 13 സീറ്റും SFI ജയിച്ചതാണ്. ഇത്തവണ MSFനെ ചേർക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് KSUവിന് യൂണിയൻ ഭരണം പിടിക്കാൻ കഴിഞ്ഞു അല്ലേ? വിജയകുമാർ, 30 വർഷം SFI കൈവെള്ളയിൽ കൊണ്ടു നടന്ന കുസാറ്റ് യൂണിയന്റെ ഭരണമാണ് നിലവിൽ KSU പിടിച്ചെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് KSU കഴിഞ്ഞ തവണ MSFുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നവർ നേരത്തെ തന്നെ നിലപാടെടുത്തു. MSF അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചെങ്കിലും ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം അവർ എടുക്കുകയായിരുന്നു. അങ്ങനെ 13 സീറ്റുകൾ, 15 സീറ്റുകളിൽ 13 സീറ്റുകളും KSU പിടിച്ചെടുത്തു. SFIയുടെ പക്കൽ നിന്നാണ് ഈ സീറ്റുകൾ 13 പിടിച്ചെടുത്തത്. കുര്യൻ ബിജു ആണ് KSUവിൻ്റെ സ്ഥാനാർത്ഥിയായി, ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അയാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. SFIയെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടി തന്നെയാണ്. 1993-94 കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനമായി KSU കുസാറ്റിൽ ഭരണം പിടിക്കുന്നത്. അതിനുശേഷം സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ എത്തിയ ശേഷമാണ് കുസാറ്റിൽ നിന്ന് KSU അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് KSUവിൻ്റെ ഒരു തിരിച്ചുവരവ് നടക്കുന്നു. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും KSUവും MSFും ചേർന്നുള്ള സഖ്യം ആ യൂണിയൻ ഭരണം പിടിച്ചെടുക്കുന്നത് കണ്ടതാണ്. KSU ഒരു തിരിച്ചുവരവിനൊരുങ്ങുന്നു എന്നാണ് അവർ ഈ വിജയത്തോടുകൂടി സൂചിപ്പിക്കുന്നത്. വിജയകുമാർ, ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം കുസാറ്റിൽ KSUവിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞു. അതാണ് KSU ഇപ്പോൾ ആഹ്ലാദമാണ് KSU പ്രവർത്തകർ അവിടെ പങ്കുവയ്ക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകി.